ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ KCS ആക്ടിൻ്റെ 2023 വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് നമ്മൾ പാർട്ട് 1, പാർട്ട് 2 വീഡിയോ KCS അമെൻമെൻറ്റ് ആക്ടിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അതിൽ സെക്ഷൻ 28B സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ വരെയുള്ളതാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് മുതലുള്ള സെക്ഷനുകളിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 29 എന്ന് പറയുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 29 സബ്സെഷൻ 1 സിയിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അതിൽ റിവ്യൂ ഓഫ് ആനുവൽ റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഓഫ് എനി സബ്സിഡിയറി ഓർഗനൈസേഷൻ എന്നുള്ള ഭാഗത്താണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നമുക്ക് സബ്സെഷൻ 1 പറഞ്ഞിരിക്കുന്നത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതിൽ സി എന്നുള്ളതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് പറയുന്നത് ആനുവൽ റിപ്പോർട്ട്, നമ്മുടെ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആനുവൽ റിപ്പോർട്ട് റിവ്യൂ ചെയ്യണം എന്നായിരുന്നു നമ്മുടെ പഴയ ഇതനുസരിച്ച് ഉണ്ടായിരുന്നത്. 2023 അമെൻമെൻറ്റിൽ അതിൽ ഓഡിറ്റഡ് അക്കൗണ്ട്സ് എന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റഡ് അക്കൗണ്ട്സും റിവ്യൂ ചെയ്യണം എന്നാണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് സബ്സെഷൻ സിയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. സെക്ഷൻ 29 സബ്സെഷൻ 1 എന്ന് പറയുന്നതിൽ വന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഓഫ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ഓൾ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ആൻഡ് ദ എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ഡ്യൂ ടു ദ സൊസൈറ്റി ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അതിലെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സൊസൈറ്റിയിലേക്കുള്ള കടബാധ്യതകളും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെയും ആൻഡ് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കടബാധ്യതകൾ, സൊസൈറ്റിയിലേക്കുള്ള കടബാധ്യതകൾ കൺസിഡർ ചെയ്യണം എന്നാണ് ഈ സബ്സെഷനിൽ വന്നിരിക്കുന്ന മാറ്റം. കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും സൊസൈറ്റിയിലേക്കുള്ള കടബാധ്യതകൾ കൺസിഡർ ചെയ്യണം. ഈ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഹസ്ബൻഡ്, വൈഫ്, അവരുടെ ചിൽഡ്രൻ ഇൻക്ലൂഡിങ് അഡോപ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് പാരൻസ് ആണ്. അതായത് ഹസ്ബൻഡും വൈഫും ചിൽഡ്രനും അഡോപ്റ്റഡ് ചിൽഡ്രൻസും പിന്നെ പാരൻസും ഉൾപ്പെടുന്നതാണ് ഈ ഫാമിലി മെമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ വന്നിരിക്കുന്ന വേറൊരു മാറ്റം എന്ന് പറയുന്നത് സബ്സെഷൻ 2 സെക്ഷൻ 29 സബ്സെഷൻ 2 The registrar or any person deputed by him and the director of cooperative audit or any person deputed by him may have the right to attend in the committee and in the general body meeting of any society. അതായത് രജിസ്ട്രാർ ഡെപ്യൂട്ട് ചെയ്യുന്ന ഒരു ആൾ, അതുപോലെ തന്നെ DCA ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അദ്ദേഹം, പിന്നെ ഈ DCA ഡെപ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്കും എന്താണ് സൊസൈറ്റിയിലെ കമ്മിറ്റിയിലോ ഇല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിങ്ങിലോ പങ്കെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ്. ആദ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സിഡിയറി ഓർഗനൈസേഷൻ്റെ ആനുവൽ റിപ്പോർട്ടും ഓഡിറ്റഡ് അക്കൗണ്ട്സും റിവ്യൂ ചെയ്യണം എന്നാണ്. പിന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റീസ്, സൊസൈറ്റിയിലേക്കുള്ള എന്തെങ്കിലും ലയബിലിറ്റീസ് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൺസിഡർ ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രാർ ഡെപ്യൂട്ട് ചെയ്യുന്ന ആൾക്കോ DCA ഡെപ്യൂട്ട് ചെയ്യുന്ന ആൾക്കോ കമ്മിറ്റിയിലും ജനറൽ ബോഡി മീറ്റിങ്ങിലും പങ്കെടുക്കാമെന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത അമെൻമെൻറ്റ് വന്നിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 31 നോമിനീസ് ഓഫ് ഗവൺമെൻറ് ഓൺ കമ്മിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. ഗവൺമെൻറ് നോമിനീസ് ആണ് സെക്ഷൻ 31 പറയുന്നത്. അതിൽ മാറ്റം വന്നിരിക്കുന്നത് സബ്സെഷൻ 3 എ പേഴ്സൺ നോമിനേറ്റഡ് ടു ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഷാൾ നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ വോട്ടിംഗ് ഫോർ ദ എലക്ഷൻ ഓഫ് ഓഫീസ് ബയേഴ്സ് ആൻഡ് ഇൻ ദ ഡിസ്കഷൻ ഓഫ് എനി നോൺ കോൺഫിഡൻസ് മോഷൻ ഓർ വോട്ട് ഓൺ എനി സച്ച് മോഷൻ. നമുക്ക് ഈ നമ്മുടെ ഗവൺമെൻറ് നോമിനീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് നോൺ കോൺഫിഡൻസ് മോഷനിൽ പങ്കെടുക്കാനോ നോൺ കോൺഫിഡൻസ് മോഷനിൽ വോട്ട് ചെയ്യാനോ ഉള്ള അധികാരം ഇല്ല എന്നായിരുന്നു ഗവൺമെൻറ് നോമിനീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത്. ഇതിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വോട്ടിംഗ് ഫോർ ദ എലക്ഷൻ ഓഫ് ഓഫീസ് ബയേഴ്സ് ഷാൽ നോട്ട് ടേക്ക് പാർട്ട്. അതായത് ഗവൺമെൻറ് നോമിനീസിന് ഓഫീസ് ബയേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. വേറെ എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ് നോമിനീസിന് ഓഫീസ് ബയേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതുപോലെ നോൺ കോൺഫിഡൻസ് മോഷനിൽ പങ്കെടുക്കാനോ അതിൽ വോട്ട് ചെയ്യാനോ ഉള്ള അധികാരവും എന്താണ് ഗവൺമെൻറ് നോമിനീസിന് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് സെക്ഷൻ 31 വന്നിരിക്കുന്ന മാറ്റം. പിന്നെ അടുത്തത് സെക്ഷൻ 32 32 എന്ന് പറയുന്നത് സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റിയാണ് സെക്ഷൻ 32. ഇതിൽ വന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സെഷൻ 1 32 സബ്സെഷൻ 1 നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിനും റൂളിനും എല്ലാം വിരുദ്ധമായിട്ട് തുടർച്ചയായി അവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയെ എന്ത് ചെയ്യും, കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ആക്ടിനും റൂളിനും ഒക്കെ എതിരായിട്ട് അറിഞ്ഞുകൊണ്ട് വിൽഫുള്ളി എന്തെങ്കിലും ഡിസൊബീഡിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൽ വന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് BA എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അതിൽ പറയുന്നത് വിൽഫുള്ളി ഡിസൊബീഡിയൻസ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സെട്ര റെഫർ ടു ഇൻ സെക്ഷൻ 76 ഓഫ് ദ ആക്ട് എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 76 എന്ന് പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്, സെക്ഷൻ 76. അപ്പോൾ സെക്ഷൻ 76 പ്രകാരമുള്ള ഓർഡറിനോട് നമ്മൾ വിൽഫുള്ളി ഡിസൊബീഡിയൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യാം എന്നുള്ള ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ അവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിലൊരു മാറ്റം വന്നിരിക്കുന്നത് സബ്സെഷൻ ഡിയിലാണ്. സെക്ഷൻ 32 സബ്സെഷൻ 1D വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് RCS remove the committee and appoint its place one administrator or administrative committee consisting of not more than 3 individuals, one among the convener, who have been among the members of the society to manage the affairs of the society for a period not exceeding 6 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് RCS ഈ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞ് ആ സ്ഥാനത്തേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ നിയമിക്കും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ 3 ആളുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരാൾ കൺവീനർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൂ ഹാവ് ബീൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ ആളുകൾ എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കാലാവധി പറയുന്നത് നോട്ട് എക്സീഡിങ് 6 months ആണ് കാലാവധി പറയുന്നത്. നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഹൂ നീഡ് നോട്ട് ബി ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നായിരുന്നു. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ ആളുകൾ എന്ന് പറയുന്നത് കമ്മിറ്റി നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നായിരുന്നു. ഇപ്പോൾ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ മാറ്റം വന്നിരിക്കുന്നതാണ് സബ്സെഷൻ ഇയിൽ. സെക്ഷൻ 32 സബ്സെഷൻ 1E മാറ്റം എന്ന് പറയുന്നത് എവറി മെമ്പർ ഓഫ് ദ കമ്മിറ്റി സൂപ്പർസീഡഡ് അണ്ടർ ദിസ് സെക്ഷൻ ഷാൾ ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് സച്ച് സൂപ്പർസെഷൻ സ്റ്റാൻഡ് ഡിസ്ക്വാളിഫൈഡ് ടു കോൺടെസ്റ്റ് ഇൻ ദ ഇലക്ഷൻ to or to be nominated to the committee of any society or to be appointed as an administrator in any society for 1 consecutive term എന്നാണ് പറയുന്നത്. അതായത് ഈ സെക്ഷൻ 32 അനുസരിച്ചിട്ട് ഒരു കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സിന് പിന്നെ ഇലക്ഷനിലേക്ക് മത്സരിക്കാനും ഒരു കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനും പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനും ഒരു കോൺസിക്യൂട്ടീവ് ടേമിലേക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് മുമ്പ് 2 കോൺസിക്യൂട്ടീവ് ടേം എന്നുള്ളതായിരുന്നു. ഇതിനിപ്പം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം 2 അല്ല, ഇപ്പോൾ 1 ആണ്. 1 കോൺസിക്യൂട്ടീവ് ടേം ആണ്. ഓക്കെ, ഇങ്ങനെ സൂപ്പർസീഡ് ചെയ്ത ആളുകൾക്ക് പിന്നെ ഇലക്ഷനിൽ മത്സരിക്കാനും പിന്നെ നമ്മുടെ സൊസൈറ്റിയിലെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആവാനും ഒരു കോൺസിക്യൂട്ടീവ് ടൈമിൽ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സൂപ്പർ സെഷൻ ഓഫ് ദ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ 76 പ്രകാരം
എക്സിക്യൂഷൻ ഓർഡേഴ്സ് വിൽഫുള്ള് ഡിസൊബേ ചെയ്തിട്ടുണ്ട് എങ്കിൽ കമ്മിറ്റിയെ സൂപ്പർസീഡ് ചെയ്യും. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി എന്ന് പറയുന്നതിൽ 3 പേരുണ്ടായിരിക്കും. അത് എല്ലാവരും എന്താണ് നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ സൂപ്പർസീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റി മെമ്പേഴ്സിനെ ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റിയിലേക്കോ അത് അവരെ ഇലക്ഷന് മത്സരിക്കുന്നതിനോ അവരെ നോമിനേറ്റ് ചെയ്ത് കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവുന്നതിനോ ഒരു കോൺസിക്യൂട്ടീവ് ടേമിൽ സാധിക്കില്ല. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 33 അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ ഓൺ ദ ഫെയിലിയർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീന് അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. ഇതിൽ സെക്ഷൻ 33 സബ്സെഷൻ 1(b)യിൽ പറഞ്ഞിരിക്കുന്ന മാറ്റമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഈ സെക്ഷനിൽ വന്നിട്ടുള്ളൂ. അപ്പോയിൻറ്റ് 1 അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി consisting of not more than 3 individuals who shall be from among the members of the society എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ രജിസ്ട്രാർ അപ്പോയിൻ്റ് ചെയ്യും. 3 ഇൻഡിവിജ്വൽസ് അതിലുണ്ടായിരിക്കും. അതിൽ ഹൂ എമംഗ് ഫ്രം ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നാണ്. അവരെല്ലാവരും എന്താ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മാറ്റം മാത്രമാണ് ഈ സെക്ഷൻ 33 വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 34 സെക്ഷൻ 34 എന്ന് പറയുന്നത് സെക്യൂറിംഗ് പൊസിഷൻ ഓഫ് റെക്കോർഡ്സ് ആണ്. സെക്ഷൻ 34 അതിലൊരു എക്സ്ട്രാ സെക്ഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് സെക്ഷൻ 34A എന്ന് പറയുന്നത്, മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. 34A പുതിയതായിട്ട് വന്ന സെക്ഷനാണ്. ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൽ പ്രിപ്പയർ ആൻഡ് കീപ് ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് in the generally accepted accounting principle for preparing profit and loss account and balance sheet, which enable double entry bookkeeping system as may be prescribed. ഇതിൽ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും അവരുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചിട്ട് കറക്റ്റായി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയറിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ഇൻസ്റ്റലേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് യൂസ് ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ടു ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി as may be prescribed. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു കോമൺ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ, അതിൻ്റെ മെയിൻ്റെനൻസ്, അതിനെപ്പറ്റി അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് എല്ലാം RCS നമ്മുടെ രജിസ്ട്രാർ സൊസൈറ്റിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് സബ്സെഷൻ 3 എന്ന് പറഞ്ഞാൽ എ ടെക്നിക്കൽ സെൽ വിത്ത് ദ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ ടീം ആസ് പ്രിസ്ക്രൈബ്ഡ് ഷാൾ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ് ടു ഇൻസ്പെക്ട് ദ സെക്യൂരിറ്റി, റിലയബിലിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് അതർ അസ്പെക്റ്റ് കണക്റ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ. അതായത് RCSൻ്റെ ഓഫീസിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് ഒരു ടെക്നിക്കൽ സെല്ല് പ്രവർത്തിക്കണം. അവരാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും സെക്യൂരിറ്റി, റിലയബിലിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ എല്ലാം ഇൻസ്പെക്ട് ചെയ്യുന്നത് അവരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രജിസ്ട്രാറുടെ ഓഫീസിൽ ഗവൺമെൻറ് കൺസൾട്ടേഷനോട് കൂടി ഈ പ്രൊഫഷണൽസ് എല്ലാം അടങ്ങിയ ഒരു ടെക്നിക്കൽ സെല്ല് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് സബ്സെഷൻ 3. ഓക്കെ, അപ്പോൾ സെക്ഷൻ 34A എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ ആണ്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് സൊസൈറ്റിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ചിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു കോമൺ സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും. ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്റ്റലേഷൻ, മെയിൻ്റെനൻസ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗൈഡ് ലൈൻസ് രജിസ്ട്രാർ സൊസൈറ്റികൾക്ക് നൽകണം. പിന്നെ പറയുന്നത് RCSൻ്റെ ഓഫീസിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷനോട് കൂടി
നമ്മുടെ പ്രൊഫഷണൽസ് ഒക്കെയുള്ള ഒരു ടെക്നിക്കൽ ടീം പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. ഈ സെക്യൂരിറ്റി, റിലയബിലിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ അതിനെയൊക്കെ പറ്റിയിട്ടും അതിൻ്റെ ഇൻസ്പെക്റ്റും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 56 മാറ്റം വന്നിരിക്കുന്നത്. 34 സെക്ഷൻ 34 കഴിഞ്ഞ് പിന്നെ നേരെ മാറ്റം വന്നിരിക്കുന്നത് സെക്ഷൻ 56 കേട്ടോ. അപ്പോൾ സെക്ഷൻ 56 എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ എന്താണ് അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ 15% നെറ്റ് പ്രോഫിറ്റിൻ്റെ 15%, എയിൽ പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ബിയിൽ പറയുന്നത് എന്താണ്, അതിൻ്റെ 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നീക്കി വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ സിയിൽ പറയുന്നത് 10% മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് നീക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഇത് 3 നമ്മൾ ഇത്ര നാളും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒപ്പം ഡി എന്ന് പറഞ്ഞ ഒരു പുതിയ സബ്സെഷനും കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഡി എന്ന് പറയുന്നതിൽ ക്രെഡിറ്റ് 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ദ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ രജിസ്ട്രാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5% രജിസ്ട്രാറുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്സെഷൻ 2ൽ സെക്ഷൻ 56 സബ്സെഷൻ 2ൽ സി എന്ന് പറയുന്ന സബ്സെഷനിലാണ് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സബ്സെഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പറയുന്നത് സബ്സെഷൻ 1ൽ ഡിയിൽ തന്നെ ആയിട്ടാണ് ഇപ്പോൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4 ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ സബ്സെഷൻ 1A പറയുന്നതാണ് 15% കുറയാത്ത തുക റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കുക. പിന്നെ ബിയിൽ പറയുന്നതാണ് 5% നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുക. പിന്നെ അതുപോലെ തന്നെ സിയിൽ പറയുന്നതാണ് 10% മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് നീക്കി വെക്കുക എന്നുള്ളത്. പിന്നെ ഡിയിൽ ഇപ്പോൾ പറയുന്നത് 5% നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നീക്കി വെക്കുക എന്നാണ് ഇപ്പോൾ ഡിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് 4 ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ സെക്ഷൻ 56 സബ്സെഷൻ 2A എന്ത് പറയുന്നത്, ഡിവിഡൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അത് നേരത്തെ നമ്മുടെ അടുത്ത് ഉള്ള അതേപോലെ തന്നെ കേട്ടോ വേറെ എല്ലാ സെക്ഷനും വരുന്നത്. ഡിവിഡൻറ്റ് നോട്ട് എക്സീഡിങ് 25% ആണ് ഡിവിഡൻറ്റ് പറയുന്നത്. പിന്നെ 2Bയിലാണ് നമ്മൾ ബോണസിൻ്റെ കാര്യം പറയുന്നത്. 2Bയിൽ ബോണസ്, പിന്നെ അതുപോലെ തന്നെ 2Cയിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, 2Dയിൽ കോമൺ ഗുഡ് ഫണ്ട്. അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈ സബ്സെഷൻ ഡി ഒരു എക്സ്ട്രാ നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കാര്യം എക്സ്ട്രാ വന്നതാണ്. അതിൽ വേറെ മാറ്റമൊന്നും ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇതിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 56A ആണ്. സെക്ഷൻ 56A എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് 56A സെക്ഷൻ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുടിശ്ശിക, നമ്മുടെ സൊസൈറ്റിയിലേക്ക് കുടിശ്ശിക ഈടാക്കാനുള്ള എന്തെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന് രജിസ്ട്രാറുടെയും ജനറൽ ബോഡിയുടെയും പ്രിയർ അപ്രൂവൽ വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 7 വർഷത്തിനുള്ളിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഡിസ്പോസ് ചെയ്യണം. ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതിൽ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് connected with the objective of the society, it shall seek the prior approval from the registrar based on the resolution of the general body of the society. അതായത് ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംഘത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ ജനറൽ ബോഡിയുടെയും RCSൻ്റെയും പെർമിഷനോടെ
അത് സംഘത്തിന് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ജനറൽ ബോഡിയിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് രജിസ്ട്രാറുടെ പ്രിയർ അപ്രൂവലോടെ ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംഘത്തിന് ഉപയോഗിക്കാം. അപ്പോൾ സെക്ഷൻ 56A എന്ന് പറയുന്ന ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റാണ്. കുടിശ്ശിക ഈടാക്കാനുള്ള നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ 7 വർഷത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യാം. ആൻഡ് അതിന് ജനറൽ ബോഡിയുടെയും RCSൻ്റെയും പ്രിയർ അപ്രൂവൽ വേണം. പിന്നെ അതിൽ ആഡ് ചെയ്ത് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംഘത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ ജനറൽ ബോഡിയിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് RCSൻ്റെ പ്രിയർ അപ്രൂവലോട് കൂടി അത് സംഘത്തിന് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 57C അടുത്ത മാറ്റം എന്ന് പറയുന്നത് കൺസോർഷ്യം ഓഫ് ലെൻഡിങ് സ്കീമാണ് 57C എന്ന് പറയുന്നത്. 57C the government may by notification in the Gazette frame a scheme to be called the consortium lending scheme for the purpose of providing loan for public purpose and for infrastructure development to societies, local authorities, etc. എന്നാണ്. ഇതിൽ വന്നിരിക്കുന്ന ഒരേ ഒരു വേർഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുള്ളൂ. അത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് പർപ്പസ് എന്നുള്ളതാണ്. അപ്പോൾ കൺസോർഷ്യം ഓഫ് ലെൻഡിങ് സ്കീം നമുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് കൺസോർഷ്യം ഓഫ് ലെൻഡിങ് സ്കീം എന്ന് പറയുന്നത്. അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ അതിൽ പബ്ലിക് പർപ്പസ് എന്നുള്ളൊരു വേർഡും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ചെറിയ മാറ്റം മാത്രമാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ 57 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്. 57A എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടാണ്. 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, 57C കൺസോർഷ്യം ഓഫ് ലെൻഡിങ് സ്കീം, പിന്നെ 57D ആണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. വേറെ ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 57E എന്ന് പറയുന്ന ഒരു പുതിയ സെക്ഷൻ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 57E എന്ന് പറയണം. ആ സെക്ഷൻ്റെ പേരാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. പുതിയ സെക്ഷൻ ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. The government may, by the notification in the Gazette, frame a scheme to be called the Cooperative Revival Fund Scheme for establishing a fund for the purpose of reviving societies which are weaker or remain in dormant position due to certain extraordinary situation by providing financial assistance subject to such terms and conditions to be specified in the scheme and shall be administrated in such a manner as may be prescribed എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ തകർന്നു പോയ കോപ്പറേറ്റീവ് സൊസൈറ്റി സംഘങ്ങളെയെല്ലാം ഒന്ന് പുനരുദ്ധാരണം ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനൊക്കെ വേണ്ടി ഗവൺമെൻറ് രൂപീകരിച്ച ഒരു ഫണ്ടാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തകർന്ന അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം പുനരുജ്ജീവിപ്പിക്കുന്നതിന് അവർക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്ന പുതിയ ഫണ്ടാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. പിന്നെ ഇത് പറയുന്നത് എങ്ങനെയൊക്കെ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറയണത്. എങ്ങനെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന്. അതിൽ ആദ്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻ എമൗണ്ട് വിച്ച് ഈസ് നോട്ട് മോർ ദാൻ 50% ഓഫ് ദ റിസർവ് ഫണ്ട്. ഈ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ഫണ്ടിൻ്റെ 50% കൂടാതെയുള്ള തുക ഇതിലേക്ക് മാറ്റിവെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസർവ് ഫണ്ടിൻ്റെ 50% കൂടാതെയുള്ള തുക. പിന്നെ അതുപോലെ തന്നെ നോട്ട് മോർ ദാൻ 50% ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സെറ്റ് അപ്പാർട്ട് ബൈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫ്രം ദർ നെറ്റ് പ്രോഫിറ്റ്. അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കീപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അതിൻ്റെ 50% കൂടാത്ത തുക. പിന്നെ സച്ച് ഫണ്ട് ദാറ്റ് മേ ബി ഗ്രാൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം. പിന്നെ ഗവൺമെൻറ് പദ്ധതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ട്. അടുത്തത് എനി അതർ എമൗണ്ട് വിച്ച് ആർ അണ്ടർ പ്രൊവിഷൻ ഓഫ് ദ സ്കീം മേ ബി ക്രെഡിറ്റഡ് ടു ദ ഫണ്ട്. പിന്നെ ഈ സ്കീമിൻ്റെ പ്രൊവിഷനിൽ വരുന്ന മറ്റേത് ഫണ്ടും ഇതിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് എന്ന് പറയുന്നത്. അതിലുള്ള കോൺട്രിബ്യൂഷനാണ് ഈ പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ 57E ആണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. തകർന്ന അല്ലെങ്കിൽ ദുർബലമായ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ് രൂപീകരിച്ച ഫണ്ടാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റിസർവ് ഫണ്ടിൻ്റെ 50% കൂടാതെയുള്ള ഒരു തുക, പിന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ 50% കൂടാതെയുള്ള തുക, പിന്നെ ഗവൺമെൻറ് ഈ പദ്ധതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, പിന്നെ ഈ സ്കീമിൻ്റെ പ്രൊവിഷനിൽ വരുന്ന മറ്റേത് ഫണ്ടുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 59 ആണ്. അടുത്ത സെക്ഷൻ 59 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓഫ് ലോൺസ് ആണ്. സെക്ഷൻ 59 റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. അതിൽ 2A എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സബ്സെഷൻ ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. സബ്സെഷൻ 1 ഉണ്ട്, അതിന് സബ്സെഷൻ 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 കഴിഞ്ഞിട്ട് സബ്സെഷൻ 2 കഴിഞ്ഞിട്ട് 2A എന്നുള്ള ഒരു സബ്സെഷൻ ആഡ് ചെയ്തിരിക്കുകയാണ് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസിൽ. അതെന്ന് പറയുന്നത് എ സൊസൈറ്റി ഷാൾ നോട്ട് സാങ്ഷൻ loans or advances exceeding the individual maximum borrowing power fixed by the registrar and as provided in the bylaw of the society. For any contraventions of this prevention, the chief executive and the committee of the cooperative society concerned shall be liable for punishment provided in subsection 7A of section 94 of the act എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റി ഒരു ഇൻഡിവിജ്വലിന് ലോൺ കൊടുക്കുന്നതെന്ന് പറയുന്ന അതിൻ്റെ മാക്സിമം ബോറോയിങ് പവർ, ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ IMBP എന്നാണ് പറയുക. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവറിനേക്കാളും എക്സീഡ് ചെയ്ത ഒരു എമൗണ്ട് ആർക്കും ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെ എങ്ങാനും ഇതിന് ഇതിനെ നമ്മൾ അവർ എന്തെങ്കിലും ഈ പ്രൊവിഷന് എന്തെങ്കിലും തരത്തിൽ അതിനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും കമ്മിറ്റിയും പണിഷബിൾ ആണ് എന്നാണ് പറയുന്നത്. 94 സെക്ഷൻ 94 ആണ് നമ്മുടെ ഒഫൻസ് വരുന്നത്. അപ്പോൾ സെക്ഷൻ 94 സബ്സെഷൻ 7A പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവും കമ്മിറ്റിയും ഇതിന് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 59 എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓഫ് ലോൺസ് ആണ്. 2A എന്ന് പറയുന്ന ഒരു സബ്സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിയിലെ മെമ്പറിന് IMBP ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ലോൺ ഒരിക്കലും സാങ്ഷൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും കമ്മിറ്റിക്കും സെക്ഷൻ 94 ഒഫൻസ് അനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റിന് അവർ ലയബിൾ ആയിരിക്കും എന്നാണ് സെക്ഷൻ 59 സബ്സെഷൻ 2A പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 59A 59B എന്ന് പറയുന്ന 2 സബ്സെഷനുകളും കൂടെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സെക്ഷൻ 59A എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. സെക്ഷൻ 59A എന്ന് പറയുന്നത് എ വാല്യുവേഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലഡ്ജ്ഡ് as security to a cooperative society shall be valued by an officer or officers authorized by committee in case where the loan amount is below 10 lakh and where the loan amount exceeds 10 lakh by a panel of 5 members consisting of 2 officers including the chief executive officer of the society and 2 members of committee and an independent valuer authorized by the committee എന്നാണ് പറയുന്നത്. അതായത് 59A പുതിയതായിട്ട് വന്ന സെക്ഷനാണ്. വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സൊസൈറ്റിയിലേക്ക് പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലോൺ എമൗണ്ട് ബിലോ 10 lakh 10 ലക്ഷത്തിൽ താഴെയാണ് ലോൺ എമൗണ്ട് എങ്കിൽ ആ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ ചെയ്യുന്നത് ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസേഴ്സ് കമ്മിറ്റി കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ ആയിരിക്കും അതിൻ്റെ വാല്യൂ ചെയ്യുന്നത്. ഇനി അഥവാ ലോൺ എമൗണ്ട് 10 ലക്ഷത്തിന് എബവ് ആണ് എങ്കിൽ ഒരു 5 മെമ്പേഴ്സ് അല്ല ഒരു പാനൽ ഉണ്ടായിരിക്കും. അതിൽ 2 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും,
ഒരു ഓഫീസർ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. പിന്നെ കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ നിയമിക്കുന്നത് കമ്മിറ്റി തന്നെ ആയിരിക്കും. അവരായിരിക്കും അതിന് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ ആ പ്ലഡ്ജ് ചെയ്തിരിക്കുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ കണക്കാക്കുന്നത് ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ, കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഓഫീസേഴ്സോ ആയിരിക്കും. ഇനിയിപ്പോൾ ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യുന്നത് ഒരു 5 പേരുള്ള ഒരു പാനലായിരിക്കും. അതിൽ 2 പേര് ഓഫീസർ ആയിരിക്കണം, അതിലൊരാൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും, 2 പേര് കമ്മിറ്റി മെമ്പർ ആയിരിക്കും, പിന്നെ ഒരാളെന്ന് പറയുന്നത് കമ്മിറ്റി ഓതറൈസ് ചെയ്തിരിക്കുന്ന, അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ ആയിരിക്കും എന്നാണ് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 59B ആണ്. അത് പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. സൊസൈറ്റീസ് ഷാൾ ഫോളോ ദ നോംസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വൈൽ അക്വയറിംഗ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ യൂട്ടിലൈസിങ് ദ ഓൺ ഫണ്ട് ഓഫ് ദ സൊസൈറ്റി. അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സൊസൈറ്റി അതിൻ്റെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ എല്ലാ നോംസും പാലിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 59B എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റി ആണ്. സൊസൈറ്റി ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ട് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള നോംസും പാലിച്ചിരിക്കണം. ഇനി അടുത്ത മാറ്റം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 63 ആണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, DCA മാറ്റം വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് സബ്സെഷൻ 4 ഇതിൽ ആദ്യം മാറ്റം വന്നിരിക്കുന്നത്. സബ്സെഷൻ 4 എന്ന് പറയുന്നതിൽ അതിൽ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തിട്ട് ഓഡിറ്റ് നടത്തേണ്ടത് മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി ആണെന്നും പറയുന്നുണ്ട്. ആ സബ്സെഷൻ 4 ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ദോസ് സൊസൈറ്റി വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഷാൾ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട സൊസൈറ്റികൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം ടാക്സ് റിട്ടേൺസിന് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റികൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥതയുള്ള സൊസൈറ്റികൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻകം ടാക്സ് റിട്ടേണിന് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു പോയിൻ്റാണിത്. സെക്ഷൻ 63 സബ്സെഷൻ 4 എക്സ്ട്രാ വന്നിരിക്കുന്ന പോയിൻ്റ്. അടുത്തത് മാറ്റം വന്നിരിക്കുന്നത് സബ്സെഷൻ 9 ഈ സെക്ഷൻ 63 സബ്സെഷൻ 9 മാറ്റം വന്നിരിക്കുന്നത്. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ ടീം ഓഫ് ഓഡിറ്റേഴ്സ് appointed by Director of Cooperative Audit in accordance with the scheme approved and notified by the government. The composition, the structure of team, mode of conducting audit, mode of processing and preparing audit report shall be included in the scheme approved by the state government. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത് DCA അപ്പോയിൻ്റ് ചെയ്ത ഒരു ഓഡിറ്റ് ടീമിൽ നിന്നാണ്. ഓക്കെ, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത് DCA അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന ഓഡിറ്റ് ടീമിൽ നിന്നുള്ളവരാണ് ഓഡിറ്റ് നടത്തുന്നത്. അവർ ഓഡിറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത സ്കീം അനുസരിച്ചിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ടീം, പിന്നെ എങ്ങനെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളത്, അതിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, അതെല്ലാം ഈ സ്കീമിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഈ സ്കീമിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്ന സബ്സെഷൻ 10 മാറ്റം വന്നിരിക്കുന്നത്.
സബ്സെഷൻ 10 പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ഓൾ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് ഓൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷാൾ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ് from among the panel approved by the Director of Cooperative Audit, and the administrative matters and related accounts of assisted apex societies shall be audited by the departmental auditors and submit the audit report to the Director of Cooperative Audit. If the audit disclose any misappropriation or fraud or defalcation of money or property or asset of the society, audit team shall prepare a special report and forward the same to the Director of Cooperative Audit and the registrar. The registrar himself or the Director of Cooperative Audit, in consultation with the registrar, shall forward the special report to the vigilance officer appointed under section 68A for detailed enquiry. അതായത് എല്ലാ അപ്പെക്സ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ഓഡിറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ഫേംസ് ആയിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ഫേംസ് ആയിരിക്കും. ആൻഡ് അത് നമ്മുടെ DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നുള്ള ഓഡിറ്റ് ഫേംസ് ആയിരിക്കും അപ്പെക്സ് സൊസൈറ്റിയുടെയും അർബൻ ബാങ്കിൻ്റെയും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും ഈ അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് അവർ ഈ റിപ്പോർട്ട് ആർക്കാണ്? DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അതിലെന്തെങ്കിലും ഒരു മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ ക്യാഷിൻ്റെയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അസറ്റിൻ്റെയോ കാര്യത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റ് ടീം ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് DCAക്കും രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്യും. അപ്പോൾ രജിസ്ട്രാർ സ്വയമേയോ അല്ലെങ്കിൽ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമോ ആ സ്പെഷ്യൽ റിപ്പോർട്ട് വിജിലൻസ് ഓഫീസർക്ക് കൈമാറുകയും അദ്ദേഹം അതിലൊരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ഓഡിറ്റ് നടത്തുന്നത് DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നുള്ള ഓഡിറ്റിംഗ് ഫേംസ് ആയിരിക്കും. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ റിലേറ്റഡ് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും. അതിനുശേഷം അവർ ഈ റിപ്പോർട്ട് DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് എന്തെങ്കിലും ക്യാഷ് സൊസൈറ്റിയുടെ അസറ്റ് അതിലെന്തെങ്കിലും ഫ്രോഡോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരൊരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് DCAക്കും രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്യും. അപ്പോൾ രജിസ്ട്രാർ സ്വയമേയോ അല്ലെങ്കിൽ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്ത ശേഷമോ ഈ സ്പെഷ്യൽ റിപ്പോർട്ട് വിജിലൻസ് ഓഫീസർക്ക് കൈമാറുകയും അദ്ദേഹം അതിലൊരു ഡീറ്റെയിൽഡ് എൻക്വയറി നടത്തുകയും ചെയ്യുന്നു എന്നാണ് സബ്സെഷൻ 10 പറയുന്നത്. ഇനി സബ്സെഷൻ 12 നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ 3 പേരുണ്ടായിരിക്കും, ഒരാൾ കൺവീനർ ആയിരിക്കും. ഈ 3 പേരും എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതായത് ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അത് മാത്രമാണ് അതിലൊരു ചെറിയ മാറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കുഞ്ഞു മാറ്റം തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തത് 12A എന്ന് പറയുന്ന ഒരു സബ്സെഷൻ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സെക്ഷൻ 63 സബ്സെഷൻ 12A. No auditor or auditing firm or team of auditors shall be entrusted with the audit of cooperative society for more than 2 consecutive audit എന്നാണ് പറയുന്നത്. അതായത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിൽ തുടർച്ചയായി 2 ഓഡിറ്റിൽ കൂടുതൽ ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ടീമോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേമോനെയോ ചുമതലപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് 12Aയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സെക്ഷൻ 63 വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 63 DCA ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അതിൽ സബ്സെഷൻ 4 പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷാവസാനവും നമ്മുടെ സൊസൈറ്റി ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് സൊസൈറ്റി ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട സൊസൈറ്റി ആണെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റർ സർട്ടിഫൈ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം ഇൻകം ടാക്സ് റിട്ടേണിന് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആ 3 മാസം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ സബ്സെഷൻ 9 മാറ്റം വന്നിരിക്കുന്നത്. സബ്സെഷൻ 9 പറയുന്നത് എന്താണ്?
സബ്സെഷൻ 9 ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത് DCA അപ്പോയിൻറ്റ് ചെയ്ത ഒരു ഓഡിറ്റ് ടീമിൽ നിന്നുള്ളവരായിരിക്കും. എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഓഡിറ്റ് ടീമായിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുന്നത്. ഇവർ ഓഡിറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത സ്കീം അനുസരിച്ചിട്ടായിരിക്കണം ഇവർ ഓഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത സബ്സെഷൻ 10 മാറ്റം വന്നിരിക്കുന്നത്. അവിടെ എല്ലാ അപ്പെക്സ് സൊസൈറ്റീസും അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സും DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്നുള്ള ഓഡിറ്റ് ഫേംസ് ആയിരിക്കും ഇതെല്ലാം ഓഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും റിലേറ്റഡ് അക്കൗണ്ട്സും അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ റിലേറ്റഡ് അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും. എന്നിട്ട് അവർ റിപ്പോർട്ട് DCAക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും ഈ ഓഡിറ്റിൽ എന്തെങ്കിലും ഒരു മിസ്അപ്രോപ്രിയേഷനോ ക്യാഷിൻ്റെയോ അസറ്റിൻ്റെയോ ഒക്കെ എന്തെങ്കിലും ഒരു ഫ്രോഡോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ടീം ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് DCAക്കും രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്യും. അപ്പോൾ രജിസ്ട്രാർ സ്വയമേയോ ഇല്ലെങ്കിൽ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഈ റിപ്പോർട്ട് വിജിലൻസ് ഓഫീസർക്ക് കൈമാറും. ഡീറ്റെയിൽഡ് എൻക്വയറിക്കായിട്ടാണ് കൈമാറുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റീനെ നിയമിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് അവർ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കണം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുള്ളവർ എന്നാണ് പറയുന്നത്. പിന്നെ 12A എന്ന് പറയുന്ന ഒരു പുതിയ സബ്സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിൽ തുടർച്ചയായ 2 ഓഡിറ്റിൽ കൂടുതൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഓഡിറ്ററെയോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേമിനെയോ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ടീമിനെയോ ചുമതലപ്പെടുത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്ഷൻ 63 വരെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കി അമെൻമെൻറ്റുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക്